പലരെയും ഞെട്ടിച്ചു. 2 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടി തങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ മുഖത്ത് കോമ്പസ് വെച്ച് കുത്തി. ആ മുഖം ചോര കഴുകുവാനായിട്ട് കുഞ്ഞ് വെള്ളത്തിനരികെ ചെന്നു. എന്നാൽ മറ്റു കൂട്ടുകാർ ആ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. പ്രിയപ്പെട്ടവരെ, ക്ലാസ് റൂമിൽ തുടങ്ങിയ ആ ചെറിയ കയ്പ്, ഒരു വൈരാഗ്യം എവിടെ ചെന്ന് അവസാനിച്ചു എന്ന് നോക്കുക. കയ്പും പകയുമൊക്കെ സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്നതല്ലേ? പാസ്റ്ററെ, വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവർ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ കയ്പുണ്ടാകുമോ? അവരുടെ മനസ്സിൽ കയ്പുണ്ടാകുമോ? എന്നാൽ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് നമുക്ക് വായിക്കാം. എബ്രായർ 12:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണവും പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അതിലെ 15ാം വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ഈ ഉപദേശം നൽകുന്നത് ദൈവമക്കൾക്കാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിലും മുളയ്ക്കാൻ സാധ്യതയുള്ളതാണ് കയ്പുള്ള വേരുകൾ. കിങ് ജെയിംസ് വെർഷനിൽ വായിക്കുന്നത്, ടെസ്റ്റ് എനി റൂട്ട് ഓഫ് ബിറ്റർനെസ് സ്പ്രിങ്ങിങ് അപ്പ് ട്രബിൾ യു. ഒരു വ്യക്തിയുടെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതാണ് കയ്പുള്ള വേരുകൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മെസ്സേജ് ഇതാണ്: അപ്രൂട്ടിംഗ് ബിറ്റർനെസ്. കയ്പുള്ള വേരുകളെ പിഴുതുകളയുക. ഒന്ന് പറഞ്ഞേ, കയ്പുള്ള വേരുകളെ പിഴുതുകളയുക. ഇങ്ങനെ ഒന്ന് ആക്ഷൻ കാണിച്ച് പറഞ്ഞേ, വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്ഷൻ കാണിച്ച് പറഞ്ഞേ, കയ്പുള്ള വേരുകളെ പിഴുത് കളയുക. ഓക്കെ, ബിറ്റർനെസ് അല്ലെങ്കിൽ കയ്പ് എന്നാൽ എന്താണ്? അതിനൊരു ഡെഫിനിഷൻ പറയാനായിട്ട് പലർക്കും അറിയില്ലെങ്കിലും അതെന്താണെന്ന് സംഭവം എല്ലാവർക്കും അറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട രുചിയുള്ളൊരു ആഹാരം കഴിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മുഖം ഇങ്ങനെ വളരെ സന്തോഷമായിട്ടിരിക്കും എന്ന് നമുക്കറിയാം. ആ മുഖത്തോട്ട് നോക്കി എന്തൊരു സന്തോഷമാണ്. ആദ്യത്തെ പടം ആ മുഖത്തോട്ട് നോക്കി എന്തൊരു സന്തോഷമാണ് അല്ലേ? നമുക്കിഷ്ടമുള്ള ആളുകളെ കാണുമ്പോഴും നമ്മുടെ മുഖം എങ്ങനെയാവും? ഇതുപോലെ തന്നെ, യെസ്, സന്തോഷമുള്ളതായിരിക്കും, വിടരും. അടുത്ത പടം ഒന്ന് നോക്കി. എന്നാൽ ഈ പിക്ചർ കണ്ട എന്തോ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എന്തോ കയ്പുള്ള ആഹാരമോ എന്തോ മരുന്നോ കഴിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം നോക്കിയേ. ഇതുപോലെ നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും മുഖത്തും ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഇങ്ങനത്തെ ഒരു കയ്പേറിയ ഒരവസ്ഥ വരാറില്ലേ? ഇവിടെ കയ്പിനെ ഹൃദയത്തിൽ പാകിയ ഒരു വിത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. കയ്പിനെ ഹൃദയത്തിൽ കയ്പ് വളരുന്നത് ഇങ്ങനെയാണ്: എന്തെങ്കിലും ഒരു സംഭവം വിത്ത് പോലെ നമ്മുടെ മനസ്സിലേക്ക് വീഴും. പിന്നെ വെള്ളവും വളവും ചെയ്യുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ വരും. അത് പിന്നെ അവിടെ അങ്ങ് വേര് പിടിക്കും. പിന്നെ അത് വളരും. പിഴുത് കളഞ്ഞില്ലെങ്കിൽ ആദ്യം അതൊരു ചെറിയ ചെടിയാകും. അല്പം കൂടി അവസാനം കഴിയുമ്പോൾ അതൊരു വലിയ മരമായിട്ട് മാറും. പിന്നെ അത് മാറ്റണമെങ്കിൽ നമ്മൾ വാളുകൊണ്ട് അറുത്ത് അത് മാറ്റേണ്ടി വരും. അപ്പോൾ സ്വയം ഒന്ന് ചോദിച്ചേ, എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും കയ്പ് വേര് പിടിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ പ്രിയപ്പെട്ടവരെ, 15ാം വാക്യം ഒന്നുകൂടി വായിച്ചു നോക്കിയേ. കയ്പുള്ള വേര് മുളച്ചാൽ 3 കാര്യങ്ങൾ സംഭവിക്കുമെന്നവിടെ പറയുന്നു. നമുക്ക് ഈ വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളും. അപ്പോൾ കയ്പുള്ള വേരുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമതായിട്ട് ദൈവകൃപ വിട്ട് പിന്മാറുന്ന അവസ്ഥ. ആരോടെങ്കിലും കയ്പ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കാൻ അനുവദിച്ചാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ അത് അഫക്റ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങും.
പ്രാർത്ഥിക്കാനോ വചനം വായിക്കാനോ എല്ലാം ഒരു പിന്മാറ്റ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. അത് ആത്മീക ജീവിതത്തെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. രണ്ടാമത് എന്താണെന്ന് നോക്കാം. കലക്കമുണ്ടാകും. കയ്പ് ഹൃദയത്തിൽ വളർന്നാൽ വഴക്കുകളുണ്ടാകും, ഏഷണി പറച്ചിലുകളുണ്ടാകും, നുണപറച്ചിലുകളുണ്ടാകും. മൊത്തത്തിൽ ഒരു കലങ്ങിയ അവസ്ഥയുണ്ടാകും. മൂന്നാമത്, അനേകർ അതിനാൽ മലിനപ്പെടും. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വളരുന്ന കയ്പ് അയാളെ മാത്രമല്ല മറ്റുള്ളവരെയും ബാധിക്കും. വിശദമാക്കിയാൽ, എനിക്കൊരാളോട് കയ്പ് വന്നാൽ ഞാൻ അയാളെക്കുറിച്ച് ഉള്ളതും എല്ലാം മറ്റൊരാളോട് പറയും. അത് കേൾക്കുന്നയാളും പറയുന്ന ആളായ ഞാനും മലിനപ്പെടുവാനായിട്ടിടയാം. കേട്ടയാൾ മറ്റൊരാളോട് അതിൻ്റെ വേറൊരു വെർഷനായിരിക്കും പറയുന്നത്. അതിങ്ങനെ ട്രാൻസ്ഫർ ആകും. എനിക്ക് കയ്പുള്ള വ്യക്തിയും അഫക്റ്റഡ് ആകുന്നു, അനേകർ അതിനാൽ മലിനപ്പെടുന്നു. അടുത്ത എങ്ങനെയാണ് കയ്പ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. കോസസ് ഓഫ് ബിറ്റർനെസ്, കയ്പുണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ. കയ്പുണ്ടാകുന്നത് ആദ്യം അത് തുടങ്ങുന്നത് ഒരു പ്രത്യേക പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്കുകൊണ്ടോ നമ്മുടെ ഉള്ളിൽ മുറിവേൽക്കുമ്പോഴാണ്. എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കയ്പ് വളർത്തുവാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, ഹർട്ട്സ് ഫ്രം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന മുറിവുകൾ കയ്പായിട്ട് വളരാറുണ്ട്. ഇങ്ങനെ പറയും, ദ ഡീപ്പസ്റ്റ് ഹേർട്സ് കം ഫ്രം ദോസ് ക്ലോസസ്റ്റ് ടു അസ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത് ഏറ്റവും അടുത്തവരാണ്. അപ്പൻ, അമ്മ, മക്കള്, ഇവരെ ഒന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? നമ്മുടെ അപ്പനെയോ നമ്മുടെ അമ്മയെയോ നമ്മുടെ മക്കളെയോ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? തിരഞ്ഞെടുക്കാൻ പറ്റില്ല. എന്നാൽ ജീവിത പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഭാര്യയെ തിരഞ്ഞെടുക്കുന്നു, ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നു. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടെ ആയിരിക്കും പലരും കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ പ്രതീക്ഷിച്ച നിലവാരം പങ്കാളി പുലർത്താത്തപ്പോൾ മറ്റു വ്യക്തിക്ക് നിരാശ വരാം, മുറിവുകൾ വരാം, അത് കയ്പായി മാറും. മിസ്റ്റർ മാത്യു വലിയ പ്രതീക്ഷയോടെയാണ് ജെസ്സിയെ കല്യാണം കഴിച്ചത്. കുറേ വർഷത്തെ ബാച്ചിലർ ലൈഫ് മാത്യുവിന് മടുത്തു. കല്യാണം കഴിക്കണമെന്ന് മാത്യുവിന് തോന്നി. ഇപ്പോൾ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, തുണി കഴുകുന്നത്, വീട് വൃത്തിയാക്കുന്നത്, റൂമെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി മാത്യു ജെസ്സിയെ കല്യാണം കഴിച്ചു. മാത്യുവിൻ്റെ പ്രതീക്ഷ ഇങ്ങനെയായിരുന്നു, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൂടുള്ളൊരു കാപ്പിയുമായിട്ട് ജെസ്സി വന്നിട്ട് അച്ചായ ബെഡ് കോഫി എന്ന് പറഞ്ഞ് വിളിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു മാത്യുവിന്. രാവിലെ 7 മണിയായപ്പോൾ മാത്യു എഴുന്നേറ്റിട്ട് ജെസ്സി എന്തിയെ എന്ന് വിളിച്ചു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ജെസ്സി മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. മാത്യു വേഗം ജെസ്സിയോട്, നീ ഒരു ചായ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു, എന്താ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജെസ്സി പറഞ്ഞു, എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ആരെങ്കിലും ഒരു ചൂട് കാപ്പി കൊണ്ടുവന്ന് എന്നെ വിളിച്ചുണർത്തുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എന്ന് ജെസ്സി പറയുവാനായിട്ടിടയായി. അപ്പം മാത്യു പ്രതീക്ഷിച്ചത് എന്താ? രാവിലെ ഒരു ഗ്ലാസ് കാപ്പിയുമായിട്ട് ജെസ്സി വരും. ജെസ്സിയുടെ പ്രതീക്ഷ എന്താ? മാത്യു കാപ്പിയുമായിട്ട് വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുമെന്നുള്ളതാണ് ജെസ്സിയുടെ പ്രതീക്ഷ. ആ ഒരു വിഷയത്തിൽ തന്നെ ആ കുടുംബജീവിതത്തിൽ കയ്പ് ആരംഭിക്കുവാനായിട്ടിടയായി. മറ്റൊരു സ്ത്രീ വളരെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന തൻ്റെ അപ്പനെ കണ്ട് ആ കുടുംബത്തിൽ വളർന്ന പെൺകുട്ടിയാണ്. എന്നാൽ വിവാഹം കഴിച്ച വ്യക്തിയെക്കുറിച്ച് അധികം വൈകുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് മനസ്സിലാക്കി, യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത വളരെ ഇറസ്പോൺസിബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് പിടുത്തം കിട്ടുന്നത്. ഈ ഉത്തരവാദിത്വമില്ലായ്മ ആ പെൺകുട്ടിയുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കി. അത് വേരുപിടിച്ച് കയ്പായിട്ട് തീരുവാനിടയായി. അപ്പോൾ ജീവിത പങ്കാളിയുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള സ്വഭാവം, കർക്കശ സ്വഭാവം, സ്നേഹമില്ലാതെയുള്ള പെരുമാറ്റങ്ങൾ, അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, മറ്റുള്ളവരുമായിട്ട് തന്നെ താരതമ്യം ചെയ്യുന്നത്, അവഗണിക്കുന്നത് എല്ലാം മുറിവുകളുണ്ടാക്കാം. ജീവിത പങ്കാളി അവിശ്വസ്തത കാണിച്ചാൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ചതിച്ചാൽ, നുണ പറഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ ചതിച്ചാൽ വലിയ മുറിവുകളുണ്ടാകും. അപ്പോൾ കയ്പ് വേര് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കയ്പ് വരുവാൻ സാധ്യതയുള്ള
ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഹർട്സ് ഫ്രം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. രണ്ടാമത് ഹർട്സ് ഫ്രം പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ മുറിവുകളുണ്ടാകാം. മാതാവോ പിതാവോ മക്കളോട് പാർഷ്യാലിറ്റി കാണിച്ചാൽ, ഒരാളെ കൂടുതൽ സ്നേഹിക്കുകയും മറ്റേയാളെ അവഗണിക്കുകയും ചെയ്താൽ കുഞ്ഞുങ്ങളുടെ ഹൃദയം മുറിവേൽക്കും. ഒരമ്മ ദേഷ്യം വന്നപ്പോൾ മകളോട് പൊട്ടിത്തെറിച്ചു. എനിക്ക് വേണ്ടാതെ ഇരുന്ന സമയത്ത്, നിൻ്റെ അപ്പനെ എനിക്ക് ഇഷ്ടമില്ലാതിരുന്ന സമയത്ത്, അങ്ങേരോട് എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയ സമയത്ത് ഉണ്ടായതാണ് നീ എന്ന് അമ്മ മകളോട് പറയുവാനായിട്ടിടയായി. നീ ഉണ്ടായതിൽ പിന്നെ ഈ കുടുംബത്തിൽ കഷ്ടകാലം ആരംഭിച്ചു എന്ന് അമ്മ തൻ്റെ മകളോട് പറയുവാനായിട്ടിടയായി. ഇങ്ങനെയുള്ള ദേഷ്യമുള്ള വാക്കുകൾ മക്കളുടെ മനസ്സിനെ സാരമായിട്ട് ബാധിക്കുവാനായിട്ട് ഇടയാകും. മക്കളെ സ്നേഹത്തോടെ വളർത്തേണ്ട പ്രായത്തിൽ അവരെ ശ്രദ്ധിക്കാതെ അവഗണിച്ചാൽ അവർക്ക് നൽകേണ്ട വാത്സല്യം വാക്കുകളിലൂടെയും സ്പർശനങ്ങളിലൂടെയും പ്രവൃത്തിയിലൂടെയും നൽകാഞ്ഞാൽ അപ്പനും അമ്മയും തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാകുന്നത് കണ്ടു വളരുന്ന കുട്ടികളാണെങ്കിൽ ഇതെല്ലാം മനസ്സിൽ കയ്പായിട്ട് കിടക്കുവാനായിട്ട് ഇടയാവും. ഇതുപോലെ തന്നെ നേരെ തിരിച്ചും മക്കൾ മാതാപിതാക്കളെ മുറിവേൽപ്പിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനൊരു അപ്പനും അമ്മയാണല്ലോ എനിക്ക് കിട്ടിയത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും കാലമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള വാക്കുകൾ മക്കളുടെ ഉള്ളിൽ നിന്ന് മാതാപിതാക്കളുടെ അടുക്കിലേക്ക് വീണാൽ, മാതാപിതാക്കൾക്ക് വേണ്ട സഹായം നൽകാതിരുന്നാൽ, സംരക്ഷിക്കേണ്ട പ്രായത്തിൽ അവരെ സംരക്ഷിക്കാതിരുന്നാൽ അവരുടെ ഹൃദയം മുറിപ്പെടാം. പ്രിയപ്പെട്ടവർ, നമ്മൾ പലപ്പോഴും പത്രത്തിൽ കാണാറുണ്ട്, അമ്മയുടെ അപ്പൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി മേടിച്ച് കഴിഞ്ഞിട്ട് പട്ടിക്കൂട്ടിലോ എവിടെയെങ്കിലും തൊഴുത്തിലോ ഒക്കെ കൊണ്ടുപോയി ഇടുന്ന അമ്മമാരെക്കുറിച്ചും അപ്പന്മാരെക്കുറിച്ചും നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഉള്ളിൽ വളർന്ന കയ്പുകളിൽ നിന്നും ഉരുത്തിരിയുന്ന കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ കയ്പിനുള്ളത് പറഞ്ഞു. എന്തൊക്കെ? ഹർട്സ് ഫ്രം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തത് ഹർട്സ് ഫ്രം പാരൻറ്റ് ചൈൽഡ്, മാതാവും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, രക്ഷകർത്താക്കളും മക്കളും തമ്മിലും ഉണ്ടാകുന്ന ബന്ധത്തിൽ നിന്നുള്ള കയ്പുകൾ. മൂന്നാമത് ഹർട്സ് ഫ്രം റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടാക്കുന്ന മുറിവുകൾ. ബന്ധങ്ങൾ ഒരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ, എന്നാൽ മറിച്ചാകുന്ന അവസ്ഥയുണ്ട്. സ്വത്തിൻ്റെ പേരിൽ തന്നെ ഒരു ഉദരത്തിൽ നിന്നും വന്ന സഹോദരങ്ങൾ കണ്ടാൽ മുഖം തിരിച്ച് നടക്കുന്ന അവസ്ഥ എത്ര സങ്കടമാണ്. ഒരുമിച്ച് കളിച്ചു വളർന്നവർ തമ്മിൽ വലുതായപ്പോൾ ഒരാൾ വലിയ പണക്കാരൻ, മറ്റേയാൾ സാധാരണക്കാരനാണ്. ആ അവഗണനകളെല്ലാം വന്നാൽ വ്യക്തികളുടെ ഹൃദയത്തിൽ വലിയ മുറിവുകളുണ്ടാകും. സാധാരണക്കാരനായ ഒരു വ്യക്തി വലിയ തൻ്റെ ബിസിനസ്സുകാരനായ സഹോദരൻ്റെ മകളുടെ വിവാഹത്തിനെത്തി. സഹോദരൻ പണക്കാരനായതുകൊണ്ട് ആ ലെവലിലുള്ള, ആ റേഞ്ചിലുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ് വിവാഹത്തിന് വന്നിരിക്കുന്നത്. അനിയൻ സാധാരണക്കാരനാണ് വിവാഹത്തിന് ചെന്നിരിക്കുന്നത്. ഇതൊരു അനിയനാണെന്ന് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുവാനോ, ഇതൊരു അനിയൻ്റെ കുടുംബമാണ്, എൻ്റെ അനിയൻ്റെ കുടുംബമാണെന്ന് പരിചയപ്പെടുത്തുവാനൊന്നും ഈ ധനികൻ തയ്യാറായില്ല. ഇദ്ദേഹത്തിൻ്റെ റേഞ്ചിലുള്ള ആൾക്കാർ മുഴുവൻ വലിയ വലിയ കാറുകളിൽ വരുമ്പോൾ തൻ്റെ അനിയൻ ചെറിയൊരു മാരുതിയിലാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ നിറകണ്ണോടെ പറഞ്ഞത്, എൻ്റെയും കുടുംബത്തിൻ്റെയും വസ്ത്രമൊന്നും അവരുടെ സ്റ്റാറ്റസിന് പറ്റിയതല്ല, വലിയ വലിയ കാറുകളുടെ ഇടയിൽ ഞങ്ങളുടെ കൊച്ചു മാരുതി ഒരു ശല്യമായി. ആ ജ്യേഷ്ഠൻ്റെ പെരുമാറ്റത്തിൽ വന്ന അവഗണന ഈ സഹോദരൻ്റെ മനസ്സിൽ വലിയ മുറിവായി, കയ്പായി. പിന്നെ അദ്ദേഹം തൻ്റെ സഹോദരനോട് സംസാരിക്കാതെയായി, വീട്ടിൽ പോകാതെയായി. 10 വർഷം കഴിഞ്ഞിട്ടും ആ വഴക്ക് മാറിയില്ല. ന്യായമായും ഈ സഹോദരന് വേദനയുണ്ടാകാം. പക്ഷെ 10 വർഷം ഈ കയ്പ് ഉള്ളിൽ മരം പോലെ വളരാൻ അനുവദിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? കയ്പ് സൂക്ഷിച്ചാൽ സംഭവിക്കുന്നതാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സുഹൃത്തുക്കൾ അനുഗ്രഹമാണ്, പക്ഷെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്ന മുറിവുകൾ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ വലിയ കയ്പായിട്ട് വളരുവാനായിട്ട് സാധ്യതയുണ്ട്. സുഹൃത്ത് അവഗണിച്ചാൽ, തെറ്റിദ്ധരിച്ചാൽ, നുണ പറഞ്ഞാൽ, ചതിച്ചാൽ എല്ലാം മുറിവുകൾ ഉണ്ടാവുകയും വലിയ കയ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഒരിക്കൽ പറ്റി നടന്നിരുന്ന എത്രയോ പേര് കയ്പായ ശേഷം ശത്രുക്കളെ പോലെ പെരുമാറുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കയ്പുണ്ടാവാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ഹർട്സ് ഫ്രം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. രണ്ടാമത് എന്ത് കണ്ടു? ഹർട്സ് ഫ്രം പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. മൂന്നാമത് എന്ത് കണ്ടു? ഹർട്സ് ഫ്രം റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഞാൻ ഈ പറഞ്ഞ പോയിന്റിലൊക്കെ കയ്പുണ്ടാകാൻ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. എന്നാൽ 4ാമത്തെ പോയിന്റ് ഹർട്സ് ഫ്രം ഇമാജിനറി റീസൺസ്. ഹർട്സ് ഫ്രം ഇമാജിനറി റീസൺസ്. മറ്റേ വ്യക്തി ഒരു തെറ്റും ചെയ്യാതെ തന്നെ
ഒരു വ്യക്തിക്ക് കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വേദപുസ്തകത്തിലൊരു സംഭവം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഇസ്രായേലിൻ്റെ ആദ്യത്തതും ഏറ്റവും യോഗ്യനും കഴിവുള്ളവനും സുന്ദരനുമായിരുന്ന രാജാവായിരുന്നു ശൗൽ. ശൗൽ രാജാവിൻ്റെ ഭരണകാലത്ത് ഫിലിസ്തീനായ മല്ലൻ ഗോലിയാത്ത് സകല ഇസ്രായേലിനെയും വെല്ലുവിളിച്ചു. സകല ഇസ്രായേലിൻ്റെ മുമ്പിലും ഭീഷണിയായിട്ട് നിന്നു. ഗോലിയാത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തെയും ജനത്തെയും വെല്ലുവിളിച്ച് പരിഹസിച്ചു കൊണ്ടിരുന്നു നിരന്തരമായിട്ട്. എന്നാൽ ഗോലിയാത്തിനോട് പോരാടി ജയിക്കുവാനായിട്ട് ആരും മുമ്പോട്ട് വന്നില്ല. നമുക്ക് വേദപുസ്തകത്തിലെ ഭാഗമെല്ലാം അറിയാം. എന്നാൽ ഈ സമയത്ത് ആട്ടിടയനായ ദാവീദ് എന്ന ബാലൻ, വെറുമൊരു ആട്ടിടയനായ ദാവീദ് എന്ന ബാലൻ ഗോലിയാത്തിനോട് പോരാടാനായിട്ട് തയ്യാറായിട്ട് മുമ്പോട്ട് വരികയും തൻ്റെ കവണയിൽ നിന്നുള്ള കല്ലെറിഞ്ഞ് ഗോലിയാത്തിനെ വീഴ്ത്തി കൊന്നുകളഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് ദാവീദ് എന്ന സാധാരണ ബാലൻ ഇസ്രായേലിൻ്റെ മുഴുവൻ ഹീറോയായിട്ട് മാറി. വ്യത്യാസം മനസ്സിലായിക്കൊള്ളണം. അതുവരെ ശൗൽ രാജാവിൻ്റെ ഗുണഗണങ്ങൾ പാടി നടന്നവർ ആ ഒറ്റ സംഭവം മൂലം ദാവീദിനെ വാഴ്ത്തുവാനായിട്ട് തുടങ്ങി. 1 ശമൂവേൽ 18:6-9 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദാവീദ് ഫിലിസ്തീനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേല്യ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തുകൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. ഒരു 0 മാറി എഴുതി വന്നപ്പോഴത്തേക്കും 1000 10,000 ആയി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. കണ്ണിന് ചൊറിച്ചിൽ തുടങ്ങിയോ? ഈ ഭാഗം ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദാവീദ് എന്ത് തെറ്റാ ചെയ്ത്? ദാവീദ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ആ ഭാഗത്ത്? ശൗൽ രാജാവിനെയും ആ രാജ്യത്തെയും വെല്ലുവിളിച്ച ഗോലിയാത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുത്തി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുകയല്ലേ ദാവീദ് ചെയ്തത്? ആണോ? എന്നാൽ എന്ത് സംഭവിച്ചു? ശൗൽ ചിന്തിക്കാൻ തുടങ്ങി. എന്താ, ഇവനിങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ഇവനെ ഇഷ്ടപ്പെടും, ഇവൻ എൻ്റെ സ്ഥാനം വെട്ടിയെടുക്കുവാനായിട്ട് ഇടയുണ്ട്. മനസ്സിലായോ? ശൗലിൻ്റെ ഉള്ളിലുള്ള അസൂയയും ശൗലിൻ്റെ ഉള്ളിലെ കോംപ്ലക്സുമാണ് ദാവീദിനോട് കയ്പ് തോന്നുവാനായിട്ട് തുടങ്ങിയത്. അപ്പം ചിലരോട് ഈ കോംപ്ലക്സും അസൂയയും ഉള്ളതുകൊണ്ട് തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും കണ്ണുകടി ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മാതാപിതാക്കളോട്, ജീവിത പങ്കാളിയോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുമില്ലാതെ തന്നെ, ആവശ്യമില്ലാതെ തന്നെ കയ്പ് വളരാനായിട്ട് അനുവദിക്കാറുണ്ട്. ഒരു വ്യക്തിക്ക് തൻ്റെ മൂത്ത സഹോദരനോട് ചെറുപ്പം മുതൽ ദേഷ്യമാണ്. വലുതായിട്ടും പ്രായമായിട്ടും അത് മാറിയിരുന്നില്ല. അദ്ദേഹത്തെ കൗൺസിൽ ചെയ്യേണ്ടി വന്ന വ്യക്തി അതിൻ്റെ കാരണം കണ്ടെത്തി. എന്താണെന്ന് വെച്ചാൽ, ഇവർ കുട്ടികളായിരുന്നപ്പോൾ മൂത്തയാൾ ക്ഷീണിച്ചും രണ്ടാമത്തെ ആൾ വണ്ണവുമുള്ള ആളായിരുന്നു. അപ്പോൾ മൂത്തയാൾ ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നറിയോ, മീൻകറി വെച്ചാൽ ഈ മൂത്തയാൾ ക്ഷീണിച്ചതായതുകൊണ്ട് അവൻ നന്നായിക്കോട്ടെ എന്ന് വെച്ച് അവന് നല്ല കഷ്ണം കൊടുക്കും. മൂത്തയാൾ ക്ഷീണിച്ചതായതുകൊണ്ട് ഇറച്ചി വെച്ച് കഴിഞ്ഞാൽ അതിലെ നല്ല പീസ്, കോഴിയുടെ കാലും ഇതൊക്കെ നല്ല പീസൊക്കെ അമ്മ മൂത്തയാൾക്ക് കൊടുക്കും. അപ്പം ഇളയവൻ വണ്ണമുള്ളവന് ഒരു കോംപ്ലക്സായി. എന്താ, അമ്മയ്ക്ക് ചേട്ടനോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ നല്ല പീസുകളൊക്കെ കൊടുക്കുന്നത്. ഉണ്ടായ സംഭവമാണ് ഞാൻ പറയണത്, ഉണ്ടായ സംഭവമാണ് പറയുന്നത്. കുട്ടി വളരുന്നതോടൊപ്പം ഉള്ളിലുണ്ടായ ഈ മുറിവും വലുതായി. ആ കൗൺസിലർ ആ വ്യക്തിക്ക് ആ ചിന്ത തെറ്റായിരുന്നു എന്നത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് നിറഞ്ഞു. തൻ്റെ തെറ്റിദ്ധാരണ എന്തൊക്കെ അബദ്ധങ്ങൾ എത്തിച്ചു എന്ന് അദ്ദേഹം പശ്ചാത്തപിക്കുവാനായിട്ട് ഇടയായി. അപ്പം കയ്പുള്ള വേര് മുളയ്ക്കുന്നതിനുള്ള 4 കാരണങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ഹർട്സ് ഫ്രം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, രണ്ടാമത് ഹർട്സ് ഫ്രം പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, മൂന്നാമത് ഹർട്സ് ഫ്രം റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, നാലാമത് ഹർട്സ് ഫ്രം ഇമാജിനറി റീസൺസ്. എന്നാൽ ഇതുപോലെയുള്ള കയ്പിൻ്റെ വേരുകൾ നമ്മുടെ പലരുടെയും ഉള്ളിലുണ്ട്. കയ്പുള്ള വേരുകൾ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടോ
ഇല്ലയോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഐഡൻറ്റിഫൈയിങ് റൂട്ട്സ് ഓഫ് ബിറ്റർനെസ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ആദ്യമായിട്ട് കംസ് ഔട്ട് ഓഫ് വൺ സ്പീച്ച്. അതായത് മാസ്ക് ഇടാൻ, മുഖംമൂടി അണിഞ്ഞ് സംസാരിക്കുവാൻ കഴിവില്ലാത്ത വ്യക്തിയുടെ വാക്കുകൾ, മാസ്ക് ഇട്ട് സംസാരിക്കാൻ ഒരാൾക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ കയ്പ് പുറത്തോട്ട് പ്രകടമാകുവാനായിട്ട് ഇടയാകും. തരം കിട്ടുമ്പോഴൊക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് പറയുവാൻ ടെൻഡൻസി ഉണ്ടെങ്കിലും മനസ്സിലാക്കുക, കയ്പിൻ്റെ വിത്ത് വീണ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളും പറയുന്നത് കയ്പിൻ്റെ ലക്ഷണമാണ്. എന്നാൽ ഇവിടെ ഞാനൊരു കാര്യം ക്ലിയറാക്കാം. ഒരാളെ പറ്റി കിട്ടിയ ഇൻഫർമേഷൻസ്, അറിയിപ്പുകൾ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് മറ്റൊരാളെ ധരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആ മറ്റേ വ്യക്തി ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വ്യക്തിയെ വിവരം ധരിപ്പിച്ചിരിക്കണം. ഉദാഹരണം, ഞാൻ സെബാസ്റ്റ്യൻ എന്ന ഒരാളുമായിട്ട് ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ഒരു ബിസിനസ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പിലേക്ക് പോവുക. അപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന പ്രദീപ് അറിയുന്നത് ഞാൻ സെബാസ്റ്റ്യനുമായിട്ട് ബിസിനസ് ചെയ്യാൻ പോവുക എന്നറിയുന്നത്. പ്രദീപിനറിയാം ഈ സെബാസ്റ്റ്യൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉടായിപ്പാണ്, സെബാസ്റ്റ്യൻ മഹാ ഫ്രോഡാണ് എന്നുള്ള കാര്യം പ്രദീപിനറിയാം. പ്രദീപ് എന്നെ സ്നേഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട്, പ്രദീപിന് ഞാൻ പാർട്ണർഷിപ്പ് ചെയ്യാൻ പോകുന്ന വ്യക്തി ആൾ ശരിയല്ല എന്നുള്ളത് ബോധ്യമുള്ളതുകൊണ്ട് പ്രദീപ് എന്നെ തീർച്ചയായിട്ടും ആ വിവരം അറിയിക്കണം. പ്രദീപ് എന്നെ സ്നേഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് സാംസൺ ബ്രദറിന് അബദ്ധം പറ്റാതിരിക്കുവാൻ വേണ്ടി ഇദ്ദേഹവുമായിട്ടുള്ള പാർട്ണർഷിപ്പിന് പോകരുത് എന്നുള്ള കാര്യം സത്യമായിട്ട് തന്നെ എന്നെ അറിയിക്കണം. വാസ്തവങ്ങളായിട്ടുള്ള വിവരങ്ങൾ ഒരാൾ ചതിയിൽപ്പെടാതിരിക്കാൻ, അബദ്ധപ്പെടാതിരിക്കുവാൻ വേണ്ടി നമ്മൾ അറിയിക്കണം. എന്നാൽ കയ്പുള്ള വേരിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. നിലവാരം കുറഞ്ഞ വാക്കുകൾ അതിൽ പ്രത്യക്ഷപ്പെടും. വീണ്ടും വീണ്ടും രസം തോന്നുന്നത് പോലെ സംസാരിക്കും. കുറ്റം പറഞ്ഞ് കോപം തീർക്കുവാനായിട്ട് ശ്രമിക്കും. ഇനി കയ്പുള്ള വ്യക്തിയെ കാണുമ്പോൾ മുറിപ്പെടുത്തി കുറ്റപ്പെടുത്തി സംസാരിക്കാമെന്നാൽ ഒരു ദൈവവൈതലിൻ്റെ നാവ്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉപയോഗിക്കുവാനായിട്ട് പാടില്ല. ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന നാവാണ്. നമ്മൾ നല്ല വെള്ളം കുടിക്കുന്ന പാത്രം കാനയിലെ വെള്ളം കോരുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമോ? നമ്മൾ ഉപയോഗിക്കില്ല. ഇനി നല്ല വെള്ളം ഉപയോഗിക്കുന്ന പാത്രം കാനയിലെ വെള്ളം കോരാനായിട്ട് നമ്മൾ എടുത്തെങ്കിൽ പിന്നെ അത് നല്ല വെള്ളത്തിന് ഉപയോഗിക്കുമോ? ഉപയോഗിക്കില്ല, നമ്മൾ കുടിക്കില്ല. പക്ഷേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വൃത്തികേടായ അതേ നാവ് വെച്ച് നമ്മൾ സ്തോത്രം പറയും, നമ്മൾ അന്യഭാഷ പറയും, നമ്മൾ വചനം പറയും. പക്ഷെ ദൈവത്തിനത് അറപ്പാകുമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. യാക്കോബ് 3:8-12 വരെ, നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മെരുക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. എന്താ പറയുന്നത്? ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. അപ്പോൾ ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. അപ്പം കയ്പുണ്ടോ എന്ന് ഒരു വ്യക്തിയുടെ വാക്കുകളിലൂടെ അറിയാം. തിരിച്ചറിയാനുള്ള അടുത്ത മാർഗം റിവീൽഡ് ഇൻ വൺസ് ആറ്റിറ്റ്യൂഡ്. മനോഭാവത്തിലൂടെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചിലർ വാക്കുകളിലൂടെ കയ്പ് വെളിപ്പെടുത്തുമ്പോൾ ചിലർ മനോഭാവത്തിലൂടെ വെളിപ്പെടുത്തും. കണ്ടിട്ട് കാണാത്ത മട്ടിൽ മാറിക്കളയുക, സംസാരിക്കാതിരിക്കുക, ഒരാളെ അവഗണിച്ച് മറ്റൊരാളോട് അതിരുകവിഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കുക, മറ്റു വ്യക്തിക്ക് അസൂയ തോന്നുവാൻ വേണ്ടി. മനസ്സിലായ? അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ കയ്പ് കയറിയാൽ നിസ്സാര കാര്യം ഊതിപ്പെരുപ്പിക്കും. ഇല്ലാത്ത കാര്യങ്ങൾക്ക് വഴക്കുകളുണ്ടാകും. നമ്മൾ മിണ്ടാതെ നടക്കും. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് കയ്പുണ്ടായാൽ മനഃപൂർവ്വം അവരെ വേദനിപ്പിക്കാനായിട്ട് അനുസരണക്കേട് കാണിക്കും, തറുതല പറയും, ഉപദേശിച്ചാൽ മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ കാണുകയാണെങ്കിൽ അവരോട് സ്നേഹത്തോടെ തുറന്ന് സംസാരിച്ച് അവരുടെ പ്രശ്നം മനസ്സിലാക്കി നമ്മൾ പരിഹരിക്കണം. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ മാത്രമല്ല, സുഹൃത്തുക്കളുടെ ഇടയിലും സഭയിലും കയ്പിങ്ങനെ വെളിപ്പെടാം. കുറേ നാൾ ചക്കരയും വീരയും പോലെ ഒട്ടി നടന്നു കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നത്? ഒരാൾ ശരിയല്ല, ഒരാൾ പാരയാണ്, അല്ലെങ്കിൽ ഒരാൾ ഫ്രോഡാണ്. നമുക്ക് ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷനിൽ പോയാൽ നമ്മളുടെ ജീവിതം ശരിയാകുകയില്ല
എന്നുള്ളൊരു ബോധ്യം വന്നാൽ നിങ്ങൾ വിവേകത്തോടുകൂടി ആ വ്യക്തിയെ ഒഴിവാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ പെടുവാനായിട്ട് ഒരിക്കലും ഇടവരരുത്. അല്ലാത്ത പക്ഷം ബന്ധങ്ങളിൽ വിള്ളലുണ്ടായാൽ അത് നമ്മൾ തന്നെ മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ കയ്പുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് 2 മാർഗങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, കംസ് ഔട്ട് ഓഫ് വൺ സ്പീച്ച്. 2, റിവീൽഡ് ഇൻ വൺസ് ആറ്റിറ്റ്യൂഡ്. അടുത്തത്, സീൻ ഇൻ വൺസ് ആക്ഷൻ. സീൻ ഇൻ വൺസ് ആക്ഷൻ. പ്രവൃത്തിയിലൂടെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടു എങ്ങനെയാണ് ശൗലിൻ്റെ ഹൃദയത്തിൽ ദാവീദിനോട് കയ്പ് തുടങ്ങിയതെന്ന്. കയ്പിൻ്റെ വിത്ത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വീണാൽ അത് തീർച്ചയായിട്ടും വേര് പിടിക്കും. അത് പിന്നെ വളരുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് വളരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ആദ്യം ഒരു ചെടിയാകും, പിന്നെ അത് വളർന്ന് വലിയ മരമാകുവാനായിട്ട് ഇടയാകും. അപ്പോൾ കയ്പ് ആദ്യം നമ്മുടെ ഹൃദയത്തിൽ തുടങ്ങും. അപ്പോൾ തന്നെ അത് ഇല്ലാതാക്കിയില്ലെങ്കിൽ അത് വാക്കുകളായി, മനോഭാവങ്ങളായി, നമ്മുടെ ആക്ഷനായി, പ്രവൃത്തിയായിട്ട് അത് പുറത്തു വരും. അപ്പം ശൗലിൻ്റെ കയ്പ്, ഉള്ളിലെ കയ്പ് പിഴുതെറിയാതെ വളരുവാനായിട്ട് അനുവദിച്ചപ്പോൾ അത് എവിടെ ചെന്നെത്തിയെന്ന് നമുക്ക് നോക്കാം. 1 ശമൂവേൽ 18:9-11. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പിറ്റേന്നാൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ ശൗലിൽ പ്രവേശിക്കുവാൻ ദുരാത്മാവിനെ ദൈവം പെർമിറ്റ് ചെയ്തു, അനുവദിച്ചു എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അവൻ അരമനയ്ക്കകത്ത് ഭ്രാന്തനെ പോലെ പുലമ്പി. മനസ്സിലായോ? ദാവീദോ പതിവ് പോലെ കിന്നര ഹാർപ്പ് വായിച്ചുകൊണ്ടിരുന്നു. ശൗലിൻ്റെ കയ്യിലൊരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗല് കുന്തമെറിഞ്ഞു. എന്നാൽ ദാവീദ് 2 പ്രാവശ്യവും അവൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. ഇപ്പം കയ്പ് ഹൃദയത്തിൽ നിറഞ്ഞ ശൗലിന് പിന്നെ പ്രിയപ്പെട്ടവരെ രാജഭരണത്തിലായിരുന്നില്ല ശ്രദ്ധയുണ്ടായത്. പിന്നെയുള്ള തൻ്റെ ആയുസ് മുഴുവൻ ദാവീദിനെ കൊല്ലുവാനായിട്ട് അവസരം കാത്ത് പലവട്ടം അതിന് ശ്രമിച്ചും ശൗൽ ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ചു. ഇപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള അന്ത്യം ശൗലിന് ഉണ്ടാവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമുക്കൊരിക്കലും ഭാരമല്ല എന്ന് പറഞ്ഞേ. ദൈവവചനം നമുക്കൊരിക്കലും ഭാരമല്ല പറഞ്ഞേ. അതനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനമാണ്. ദൈവവചനം അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. അപ്പോൾ കയ്പുള്ള വേരുകൾ ഹൃദയത്തിൽ വെക്കരുത് എന്ന് പറയുന്നത് അത് നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ്. കയ്പ് ഹൃദയത്തിൽ വെക്കുമ്പോൾ നമ്മൾ മറ്റേ വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കും, പറയും. ദൈവം നമുക്ക് തന്ന കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെയായി പോകും. നമ്മളുടെ ലൈഫ് ഡിസ്ട്രാക്റ്റഡ് ആവും. നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടുവാനായിട്ട് ഇടയാവും. നമ്മളോട് തെറ്റ് ചെയ്ത വ്യക്തികളുടെ കുറ്റം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവരെ പരിഹസിച്ചിട്ട് വീണ്ടും വീണ്ടും അവർ ചെയ്ത തെറ്റുകൾ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? മനസ്സിൽ നിന്ന് എല്ലാ കയ്പും ഇന്ന് പിഴുതു കളയുവാനായിട്ട് ഇടയാവണം. ആത്മാവിൻ്റെ ഫലമായ ജോബി പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ആ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു, ഹാപ്പിനെസ്സിനും ഹോളിനെസ്സിനെ കുറിച്ചും പറയുവാനായിട്ടിടേ. ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയാണ്. അപ്പോൾ കയ്പ് തിരിച്ചറിയാനായിട്ട് 3 കാര്യങ്ങൾ കണ്ടു. എന്തൊക്കെയാണ്? കംസ് ഔട്ട് ഓഫ് വൺസ് സ്പീച്ച്. രണ്ടാമതെന്താണ്? റിവീൽഡ് ഇൻ വൺസ് ആറ്റിറ്റ്യൂഡ്. മൂന്നാമതെന്താണ്? സീൻ ഇൻ വൺസ് ആക്ഷൻ. നാലാമത് ഡാമേജ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഡാമേജ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോടെങ്കിലും കയ്പ് സൂക്ഷിച്ചാൽ ക്രമേണ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ക്ഷയിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യം ക്ഷയിക്കുന്ന എപ്പോഴും ഇതുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് കാരണമാകാറുണ്ട്. ശൗല് ഭ്രാന്തനെ പോലെ പുലമ്പി നടന്നു എന്ന് നമ്മൾ വായിച്ചു. അദ്ദേഹത്തിൻ്റെ മാനസിക നിലയാണ് ആ ദാവീദിനോട് തോന്നിയ കണ്ണുകടി നിന്നും ഉണ്ടായ റിസൾട്ട്. മാനസിക നില തകരുവാനായിട്ടിടയായത്. അതുകൊണ്ടാണ് പുലമ്പി നടക്കുവാനായിട്ടിടയായത്. അതുകൊണ്ടാണ് കൊല്ലുവാനായിട്ട് ശ്രമിക്കുവാനായിട്ട് ഇടയായത്. അപ്പം നമ്മളുടെ ഹൃദയത്തിൽ പൊങ്ങി വരുന്നത് ഒരാളുടെ നന്മയാണോ തിന്മയാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരാളെ നമുക്ക് അനുഗ്രഹിക്കാനാണോ തോന്നുന്നത്, ശപിക്കുവാനാണോ തോന്നുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അടുത്ത പ്രാവശ്യം ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നതിന് മുമ്പ് ആലോചിക്കുക, ഞാൻ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് പറയുന്നത്
മറ്റൊരാളൊരു അബദ്ധത്തിൽ വീഴാതിരിക്കുവാൻ വേണ്ടി പറയുന്നതാണോ, അതോ എൻ്റെ ഒരു മാനസിക സുഖത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണോ? ഞാൻ എന്തിനാണ് എൻ്റെ മാനസിക നില തെറ്റിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. മാനസികമായി മാത്രമല്ല, ശാരീരികമായിട്ട് അഫക്റ്റഡ് ആകാം. ആവശ്യമില്ലാത്ത തലവേദന, ആവശ്യമില്ലാത്ത ക്ഷീണം, ആവശ്യമില്ലാത്ത ഉറക്കം നഷ്ടപ്പെടൽ, രുചിയില്ലായ്മ, ചുറുചുറുക്ക് കുറയുക, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകാം. കയ്പ് സൂക്ഷിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നല്ല, അതുകൊണ്ട് തിന്മ മാത്രമേ ഉള്ളൂ. ഞാനൊരു ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് പറയാം. നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും കയ്പ് അല്ലെങ്കിൽ ഇഷ്ടക്കേട് ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയേ. ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്ക്. അത് ചിലപ്പോൾ കുടുംബത്തിലുള്ളവരോടാകാം, ചിലപ്പോൾ ബന്ധുക്കളോടാകാം, ചിലപ്പോൾ സുഹൃത്തുക്കളോടാകാം, ചിലപ്പോൾ സഭയിലാകാം, ചിലപ്പോൾ ഓഫീസിലാകാം. പാസ്റ്റർ ലിസ്റ്റ് നോക്കിയിട്ട് തീരുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നില്ല? എഴുതി തുടങ്ങിയിട്ട് തീരുന്നില്ലല്ലോ പാസ്റ്റർ ലിസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവാം, ആ വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം, നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കി കാണാം. പക്ഷേ മനഃപൂർവ്വം ക്ഷമിക്കുവാനായിട്ട് തയ്യാറായി, മനഃപൂർവ്വം വിട്ടുകളയുവാനായിട്ട്. വി ലവ് ജീസസ് ആൻഡ് ഹിസ് വേർഡ്. പറഞ്ഞേ, വി ലവ് ജീസസ് ആൻഡ് ഹിസ് വേർഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, വി ലവ് ജീസസ് ആൻഡ് ഹിസ് വേർഡ്. നമ്മൾ യേശുവിനെയും അവൻ്റെ വചനത്തെയും നമ്മൾ സ്നേഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് വായിക്കാം. മത്തായി 5:43 മുതൽ 48 വരെ. 5:43 മുതൽ 48 വരെ. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്താണ്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. പക്ഷെ നമ്മൾ ദൈവവചനം പഠിക്കുന്നവരായതുകൊണ്ട് നമ്മളത് അനുസരിക്കുവാനായിട്ട്, പ്രിയപ്പെട്ടവരെ, നമുക്കത് മനഃപൂർവ്വം നമുക്ക് ശ്രമിക്കാം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്തു വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകും. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ആരോടും കയ്പില്ലാതെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. അത് പ്രാക്ടീസ് ചെയ്യുവാനായിട്ടുള്ള കൃപ കർത്താവേ എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് കർത്താവിനോട് പറയുക. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി, കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി. ഹൃദയം കർത്താവിൻ്റെ ഒന്ന് പകർന്നാട്ടെ. ആരോടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പ് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവെ അവരോട് ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ വ്യക്തിയെ മനഃപൂർവ്വമായിട്ട് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ബുദ്ധിമുട്ടാണ് എങ്കിലും മനഃപൂർവ്വമായിട്ടൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തോട് നമ്മൾ നീതി പുലർത്തുമ്പോൾ തുറക്കാത്ത വാതിലുകൾ തുറക്കപ്പെടും. ഇതുവരെ തുറക്കപ്പെടില്ല എന്ന് ചിന്തിച്ച ചില വഴികൾ, ചില വാതിലുകൾ, ചില അവസരങ്ങൾ ദൈവം നമുക്കായിട്ട് തുറക്കും. നമ്മൾ ദൈവവചനത്തോട് ഒബീഡിയൻ്റ് ആകുമ്പോൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നമ്മുടെ മേൽ വരും. കരങ്ങൾ താത്തിയിടാം. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ,
തീരട്ടെ എന്റേതാമെല്ലാം വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ കരങ്ങൾ പാദങ്ങൾ പാദങ്ങൾ കരങ്ങൾ പാദങ്ങൾ പാദങ്ങൾ വെണ്മയായി
ഹൃദയത്തിൽ പാടിയാട്ടെ. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, ഹല്ലേലൂയ. എല്ലാവരും ഇരുന്നാലും